ونصلي ونسلم على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിൽ നാം ഏവരും ഒരുമിച്ച് കൂടിയ പോലെ അവന്റെ സ്വർഗ്ഗലോകത്ത് നാം ഏവരെയും സന്തോഷത്തോടെ റബ്ബ് തആല ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് കഴിഞ്ഞും കൊഴിഞ്ഞും കൊണ്ടിരിക്കുന്ന ഓരോ ദിനരാത്രങ്ങളും നമ്മുടെ ആയുസ്സിന്റെ ഏഴിൽ നിന്നുള്ള ഓരോ പേജുകളാണ്. അതിന് തിരിച്ചു കിട്ടുക അസാധ്യമാണ്. അത് കൊഴിഞ്ഞു ഓരോ വർഷവും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും ആ ഒരു സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല നാം പാരായണം ചെയ്യുന്ന വേദഗ്രന്ഥത്തിന്റെ അകത്ത് ഇടക്കിടക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് നിങ്ങളുടെ സുഖവാസത്തിന്റെ സ്ഥിരതയുടെ കേന്ദ്രമല്ല. നിങ്ങൾ ഇവിടെ നിന്ന് എല്ലാം അടക്കി വെച്ചു പോകുന്നവരാണ്. നമ്മളൊരു വാടക വീട് എടുത്തു കഴിഞ്ഞാൽ അതിന് അമിതമായി നമ്മൾ പോളിഷ് ചെയ്യാൻ നിൽക്കൂല. കാരണം ഏത് സമയത്തും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ വന്ന് നമ്മളോട് വീട് ഒഴിയാൻ പറഞ്ഞാൽ നമുക്കതൊക്കെ നഷ്ടമാണ്. അപ്പൊ അതുപോലെയാണ് ഒഴിയാനുള്ള എക്സാമ്പിൾ മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളുടെ നാഥനായ റബ്ബിനെ നിങ്ങൾ ഭയപ്പെട്ട് ജീവിക്കുക. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് എടുത്തു വെച്ചു എന്നുള്ളത് ഓരോ ശരീരവും നോക്കിക്കൊള്ളട്ടെ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളത് സൂക്ഷ്മമായി അല്ലാഹു തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഈ ഒരു ആയത്തിൽ ഈ ഖുർആനിന്റെ വേദഗ്രന്ഥത്തിന്റെ സൂക്തം നമ്മളെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്താണ് ഈ ദുനിയാവിലെ നമ്മുടെ ലക്ഷ്യം? ولا تكونوا كالذين نسوا الله فأنساهم أنفسهم. നിങ്ങൾ ഒരിക്കലും അല്ലാഹുവിനെ മറന്നുപോയ ഒരു വിഭാഗമായി മാറരുത്. അങ്ങനെ ഒരു ജനത ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ അല്ലാഹുവിനെ മറന്നു, അല്ലാഹുവിനെ അവർ മറന്നുപോയി, അല്ലാഹുവിനോടുള്ള കടപ്പാടുകൾ അവർ വിസ്മരിച്ചു പോയി. അപ്പോ അവരുടെ ശരീരത്തിന്റെ ഓരോ അഭിരാമങ്ങൾ അല്ലെങ്കിൽ ആ ശരീരത്തിന്റെ ഓരോ പ്രതിപത്തികൾ അവരെ ദുനിയാവിലേക്ക് കൂടുതൽ ആകർഷിച്ചു എന്നർത്ഥം. അപ്പം മരണം വരും മുമ്പ് ഒരുങ്ങുക എന്നുള്ളതാണ് അല്ലാഹു തആല നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വഅനീബു ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തൻസറൂൻ. നിങ്ങൾ നിങ്ങളുടെ റബ്ബിലേക്ക് ഖേദിച്ച് കടന്നു പോകുക. വളരെ സങ്കടത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും, പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ എന്നർത്ഥം. അപ്പോ നമ്മുടെ ഓരോ ദിനരാത്രങ്ങൾ നമ്മുടെ ഇന്നും ഇന്നലെയും സമമാവാൻ പാടില്ല. ഒരു വിശ്വാസിയുടെ ഇന്നും ഇന്നലെയും ഒരിക്കലും സമമാവാൻ പാടില്ല. ഇന്നലെയേക്കാൾ ബെറ്ററാകണം ഇന്ന്, ഇന്നിനേക്കാൾ ബെറ്ററാകണം നാളെ. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മനിസ്തവ യൗമാഹു ഫഹുവ മഖ്ബൂൽ. ഒരുത്തൻ അവന്റെ 2 ദിവസങ്ങൾ ഇസ്തവ തുല്യമായാൽ ഫഹുവ മഖ്ബൂൽ, അവൻ പരാജയപ്പെട്ടവനാണ്. അപ്പൊ തുല്യാകാൻ പാടില്ല, നമുക്ക് പ്രോഗ്രസ് വേണം എന്നാണ് ഇത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വമൻ കാന യൗമഹു ശർറൻ മിൻ നഫ്സ്. ഇനി നമ്മളിൽപ്പെട്ട ഒരാളുടെ ഒരു ദിവസം അത് ശർറൻ മിൻ അംസ്, ഇന്നലെയേക്കാൾ മോശമായാലോ ഫഹുവ മൽഊൻ, അവൻ ശപിക്കപ്പെട്ടവനുമാണ്, ലഅനത്താക്കപ്പെട്ടവനുമാണ്. അപ്പോ ഒന്ന് മഖ്ബൂൽ, ഒന്ന് മൽഊൻ. അപ്പൊ 2 ദിവസവും സെയിം ആയി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടും. ഇന്നലെയേക്കാൾ ഇന്ന് മോശമായാലോ നമ്മൾ ശപിക്കപ്പെട്ടവനാവുകയും ചെയ്തു. അപ്പൊ ഓരോ വർഷം പോകുമ്പോഴും, ഇതിപ്പോ സൗര കലണ്ടറാണ്, ഗ്രിഗോറിയൻ കലണ്ടറാണ്. അപ്പൊ 2023 വിട പറയുന്നു, 2024 വരുന്നു. ഇതൊരു വർഷം. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യങ്ങളെ നിശ്ചയിക്കുന്ന, നിർണയിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ മതാചാരങ്ങളെ അടിസ്ഥാനപ്പെടുത്തുന്ന ഒരു വർഷമൊന്നും അല്ല ഇത്. പക്ഷെ എന്നാൽ പോലും ഒരു സൗര കലണ്ടർ പോയി മറ്റൊരു സൗര കലണ്ടർ നമ്മുടെ വീടിന്റെ ഭിത്തിയിൽ തൂങ്ങുമ്പോഴും അവിടെയും നമുക്ക് പുതിയ ചിന്തകളുണ്ട്, പുതിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. അല്ലാഹു ഏതൊരു കാര്യത്തെ സത്യം ചെയ്ത് പറയുന്നതും കാലത്തിലേക്കാണ്. ഖുർആൻ നോക്കുക, നമ്മൾ ഖുർആനിന്റെ ഓരോ ആയത്തുകളും പരിശോധിച്ച് നോക്കുക. കാലത്തെ എത്ര സ്ഥലങ്ങളിലാണ് അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞത്? വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ബൈ ദി ടൈം,
കാലം തന്നെയാണ് സത്യം. അല്ലാഹു അവിടെ സാക്ഷിയാക്കി പറയുന്നത് കാലത്തെയാണ്. മറ്റൊരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് സമയമാണ് സത്യം. ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സൗരയൂഥത്തിലെ സൂര്യനാണ് സത്യം. അതുപോലെ തന്നെ നക്ഷത്രമാണ് സത്യം. നിങ്ങളുടെ യുഗപ്പിറവിയുടെ പ്രഭാതം തന്നെയാണ് സത്യം. നിങ്ങൾ കൂടണയുന്ന രാത്രി തന്നെയാണ് സത്യം. പകൽ തന്നെയാണ് സത്യം. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒക്കെ അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞത് കാലത്തെയാണ്. കാലത്തിന്റെ പലകപ്പുറത്ത് ശരണം കാണാതെ നമ്മളെ ചാലേ നല്ല കരുക്കൾ പോൽ വിധി വെട്ടുന്നു നിരത്തുന്നു. കാലത്തിന്റെ പലകപ്പുറത്താണ് നമ്മളുള്ളത്. മറ്റൊരു കവി പറഞ്ഞു, കാലം എന്ന മഹാവൃക്ഷ ശാഖയിൽ കൂടുവെക്കും ഒരു പക്ഷിയാണ് ഞാൻ. കാലമാകുന്ന ഒരു വൃക്ഷത്തിന്റെ ശിഖരത്തിൽ കൂടുവെക്കുന്ന ഒരു പക്ഷിയാണ് ഞാൻ എന്ന് മറ്റൊരു സ്ഥലത്ത് കാലത്തെ ഗതി നിർത്തിയിട്ട് തന്നെ കവി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ കാലത്തിന്റെ മുറ്റത്താണ് നമ്മളുള്ളത്. ആ മനുഷ്യൻ കാലത്തെ തേടും. അവസാന നിമിഷവും സമയമായിരിക്കും അവന്റെ മുമ്പിലെ ഏറ്റവും ഹൃദ്യമായ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. വളരെ പ്രഷ്യസ്. നമ്മുടെ കാലം അസ്തമിക്കുന്ന നേരത്തും നമ്മൾ ചോദിക്കും പിന്നെ കാലത്തെയായിരിക്കും. നമ്മുടെ കാലം അസ്തമിക്കുമ്പോഴും പിന്നെ കാലത്തെയായിരിക്കും നമ്മൾ തേടുക എന്നർത്ഥം. എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? നമ്മുടെ സമയം അവസാനിക്കുന്ന നേരത്താണ്. റൂഹ് പിടിക്കുക. റൂഹ് അങ്ങനെ പിടിച്ചു. നമുക്കത് മരണത്തിന്റെ വേദനയാണ്, ഇത് വേർപാടിന്റെ വേപതുവാണ്, ഇത് വിരഹത്തിന്റെ നൊമ്പരമാണ് എന്ന് ബോധ്യപ്പെടുമ്പോ നമ്മുടെ റബ്ബിനോട് ചോദിക്കുന്നത് സമയമാണ്. നാനോ സെക്കൻഡാണ് ചോദിക്കുന്നത്. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഷോർട്ട് ടൈം, വളരെ ചെറിയ സമയം അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കാൻ. അപ്പൊ സമയം തീരുമ്പോഴും നമ്മൾ ചോദിക്കുന്നത് സമയത്തെ തന്നെയാണ് എന്നർത്ഥം. അപ്പൊ സമയം ഇനി നമ്മൾ ഉറങ്ങിയാലും പോകും, ഉറങ്ങിയിട്ടില്ലെങ്കിലും പോകും, നമ്മൾ വിശ്രമിച്ചാലും പോകും, നമ്മൾ പണിയെടുത്താലും പോകും. അത് നമുക്ക് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു. ഓരോ മൊമെന്റും നമ്മുടെ മുൻപിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹാന്മാർ പറഞ്ഞല്ലോ, ഒരു യുഗപ്പിറവി ഉണ്ടാക്കും. അവർ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഒരു കൊല്ലം കൂടി ഖബറിലേക്ക് അടുത്തു. അപ്പൊ ആ രൂഢമൂലമായ ഒരു ചിന്ത മനോമുകുരങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ആളുകൾക്ക് ഒരിക്കലും പിന്നെ ഒരു ഇയറിനെ ആഘോഷിക്കാൻ കഴിയില്ല, അല്ലെ? അപ്പൊ ആഘോഷത്തിലേക്ക് പോകില്ല. പക്ഷെ ന്യൂ ഇയർ ആലോചനയിലേക്ക് നമ്മളൊക്കെ കടന്നു പോകും. എന്താണ് ന്യൂ ഇയർ? 2024 പൊട്ടിപ്പുറപ്പെടുക. അതിന് വരണ്ടെന്ന് പറഞ്ഞാലും അത് വന്നിരിക്കും. 2023 ഡിസംബർ കഴിയുന്നതോടുകൂടെ അസ്തമിച്ചിരിക്കും. പിന്നെ 23 എന്ന് പറഞ്ഞിരിക്കാൻ തത്വത്തില് നമുക്കൊന്നും നിയമമില്ല. നിയമം നമ്മൾ അനുവദിക്കുന്നില്ല. അപ്പോ പോകേണ്ടത് പോകും. കാലത്തിന്റെ യവനികയുടെ മുമ്പിൽ നമ്മളിങ്ങനെ മൗന സാക്ഷികളായി, മൂക സാക്ഷികളായി, ഇതൊക്കെ വളരെ ഹെൽപ്ലെസ് ആയി, നിസ്സഹായരായി നോക്കി നിൽക്കുക. അപ്പൊ ആരാണ് വിജയിച്ചവൻ? ഈ ഉള്ള കാലത്ത് വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും ജനോപകാരപ്രദമായ ജനസേവനങ്ങള്, ചാരിറ്റി വർക്കുകള്, സാമൂഹിക പ്രതിബദ്ധത പ്രവർത്തനങ്ങള് എന്തെങ്കിലുമൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് കാലത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കാൻ കഴിയും. മാത്രമല്ല, അവർ മീസാനിൽ അവരുടെ ഹസനാത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹിതനായി നുബുവത്തിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് തിരുമേനി പ്രവാചകത്വം സിദ്ധിയുടെ മുമ്പ് ഒറ്റ കല്യാണമാണ് സ്വാഭിപ്രായത്തിൽ ചെയ്തത്. സ്വന്തം അഭിപ്രായത്തിൽ ഒരു വിവാഹേ അല്ലാഹുവിന്റെ റസൂൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി നുബുവത്തിന്റെ ശേഷം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ. അത് പിന്നെ സ്വന്തം അഭിപ്രായമില്ല, അത് വഹയാണ്, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. കാരണം അങ്ങ് നബിയാണ്, അങ്ങ് എന്ത് ചെയ്യണം എന്ന് റബ്ബ് അങ്ങയോട് പറഞ്ഞു തരുന്നതാണ്. സാധാരണ ഈ കല്ല് വെച്ച നുണകൾ പ്രചരിപ്പിക്കുന്ന ഈ വിമർശകർ ഇസ്ലാമിനെതിരെ മൂർച്ച കൂട്ടിയ തൂലിക ചലിപ്പിക്കുമ്പോൾ പിന്നെ മൂർച്ച കൂട്ടിയ തൂലിക കൊണ്ട് ഇസ്ലാമിനെതിരെ വാറോലുകൾ എഴുതി പിടിപ്പിക്കുമ്പോൾ അവരാദ്യം വിമർശിക്കുന്ന ഒരു കാര്യമാണ്, പ്രവാചകൻ ആയിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ 9ാമത്തെ വയസ്സിൽ തന്റെ പ്രിയതമയാക്കിയിട്ട് തന്റെ നല്ല പാതിയാക്കി സ്വീകരിച്ചു കൊണ്ടുവന്നു. ആയിഷ ബീവി അല്ലാഹുവിന്റെ റസൂൽ വിവാഹം ചെയ്തത് എപ്പോഴാണ്? പരിശുദ്ധ അഷ്റഫുൽ ഖൽഖ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായതിന്റെ ശേഷമാണ്. നബിയായതിന്റെ ശേഷം ആരെ കെട്ടണം, എപ്പോ കെട്ടണം, ഏത് പ്രായത്തിൽ വിവാഹം ചെയ്യണം, അത് റബ്ബിന്റെ നിയതമായ തീരുമാനമാണ്. പക്ഷേ
റസൂലാകുന്നതിന്റെ മുമ്പ്, നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് അഷ്റഫുൽ ഖൽഖ് തിരുമേനി ഒറ്റ വിവാഹമാണ് ചെയ്തത്. ആ വിവാഹം എന്താണ്? അറിയാത്തത്. ഈ കല്ല് വെച്ച ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകളൊന്നും തന്നേക്കാൾ 15 വയസ്സ് മൂപ്പുള്ള എന്ന് പറഞ്ഞാല് നമ്മുടെയൊക്കെ പഴയ കാലത്ത് മലബാറിനെ കല്യാണം കഴിച്ച് കെട്ടിച്ചയക്കപ്പെട്ടിരുന്നത് ഒരു പെൺകുട്ടി 14-ാമത്തെ വയസ്സിലാണ്. 14-ാമത്തെ വയസ്സിലൊക്കെ നമ്മുടെ ഉമ്മമാര് വിവാഹിതരായിട്ട് പ്രപ്പോസ് ചെയ്ത് ഭർതൃഗൃഹത്തിലേക്ക് യാത്ര പോയിട്ടുണ്ട് ഒരു വധുവായിട്ട്. ആ കണക്കിന് ആ ഉമ്മ തന്റെ കുഞ്ഞും ആ ഉമ്മയും തമ്മിലുള്ള പ്രായത്തിന്റെ അന്തരം 15 വയസ്സിന്റെ വ്യത്യാസം. ഒരു ഉമ്മയും മോനും തമ്മിലുള്ള വ്യത്യാസമായിരുന്നു. 25-കാരനായ മകൻ 40-കാരിയായ വധു. റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ സ്വയം തീരുമാനം. ഖദീജ ബീവി എന്ന് പറയുന്ന വിധവ തന്റെ ജീവിതത്തിലേക്ക് നല്ല പാതിയായിട്ട് കയറി വരട്ടെ എന്നുള്ളതാണ്. കാരണം അതിൽ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ. ഖദീജ ബീവി എന്ന് പറയുന്ന ചിരപരിചിതയായിരിക്കുന്ന ഒരു സ്ത്രീ രത്നം എന്റെ നല്ല പാതിയായിട്ട് കയറി വരുമ്പോ ഒരുപാട് ലക്ഷ്യങ്ങൾക്ക് അത് സഹായകമാകും. വാലിദറായിൽ നിന്ന് അള്ളാന്റെ റസൂല് വടിയുടെ ഭാരവും പേറിയിട്ട് ഇറങ്ങി വരുമ്പോ റസൂലുള്ളാഹി തങ്ങളെ ഖദീജ ബീവിയെ കാണുമ്പോൾ പറയുന്ന ഒരു വാക്കാണ് സമ്മിലൂനിയ ഖദീജ, എന്നെ ഒന്ന് പുറപ്പെട്ട് ഒന്ന് മൂടിത്തരൂ എന്റെ ഖദീജ. ഞാൻ പരിഭ്രമചിത്തനാണ്, ഞാൻ ഗദ്ഗത കണ്ഠനാണ്, ഞാൻ വിഷണ്ണനാണ്, ഞാൻ ദുഃഖിതനാണ്, ഞാനാകെ പരിഭ്രമിച്ചു പോയിരിക്കുകയാണ്. ഖദീജ ബീവി പോയിട്ട് വീട്ടിന്റെ കട്ടിലിൽ ഇരിക്കുകയാണ്. ആ ഇരുന്നിട്ട് തന്റെ മടിത്തട്ടിലേക്ക് പരിഭവം തൂകിയിട്ട് കടന്നു വരുന്ന പരിശുദ്ധ പ്രിയതമന്റെ ശിരസ് താഴ്ച വെക്കുകയാണ്. എന്നിട്ട് ഖദീജ ബീവി പറയുന്ന വാക്ക് നോക്കണം നിങ്ങൾ. എന്തിനാണ് നബിയെ അങ്ങ് വിഷമിക്കുന്നത്? അങ്ങേ അല്ലാഹു പരാജയപ്പെടുത്തൂല റസൂലേ, അങ്ങ് വിഷമിക്കണ്ട, അല്ലാഹു അങ്ങയെ വെറുതെ ആക്കൂല റസൂലേ. കാരണം എന്താണ് എന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. എന്നിട്ട് ഖദീജ ബീവി എണ്ണി പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഉള്ള കാലത്ത് ചെയ്ത പൊതുസേവനം. ഇന്നക ലതസിലു റഹ്മ, അങ്ങ് കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, അങ്ങ് പ്രയാസങ്ങളെ സഹിക്കുന്ന നല്ല വിശാലമായ മനസ്സുള്ള ആളാണ്. വതുഈബുൽ മഅദൂമ, അങ്ങ് ഇല്ലാത്തവർക്ക് വെച്ചു നീട്ടി കൊടുക്കുന്ന മനുഷ്യനാണ്. ഖദീജ ബീവി എണ്ണി പറഞ്ഞ കാര്യങ്ങളൊന്നും നോക്കൂ നിങ്ങൾ. അങ്ങ് ഖുർആൻ ഓതുന്ന ആളാണ്, അങ്ങ് നോമ്പ് നോൽക്കുന്ന ആളാണ് എന്നല്ല പറയുന്നത്. ഇന്നക ലതസിലുർ റഹ്മ, അങ്ങ് കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്ന ആളാണ്. നോക്കൂ നിങ്ങൾ. അപ്പോ ഒരു കാലത്തിന്റെ മുറ്റത്ത് ഒരു മനുഷ്യൻ അടയാളപ്പെടുത്തിയ നിസ്വാർത്ഥ സേവനങ്ങളെ അത് അനുഭവിച്ച ഭാര്യ, അത് കണ്ടുനിന്ന സഹധർമ്മിണി എടുത്തുദ്ധരിക്കുന്നത് ഏത് സമയത്താണ്? ഒരു പ്രതിലോമകരമായ പ്രതിസന്ധിയുടെ കൂന തന്റെ മുന്നിൽ വന്നിട്ട് കുന്നുകൂടി കിടക്കുമ്പോ ഞാൻ പേടിക്കുന്നു ഖദീജ എന്ന് പറയുമ്പോ സമാശ്വാസത്തിന്റെ മറുപടിയിൽ എടുത്തു പറയുന്നത് താൻ ചെയ്തു പോയ നിസ്വാർത്ഥമായ സേവനങ്ങളാണ്. അപ്പൊ സ്വാർത്ഥതയല്ല, അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപയുള്ള മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? അപരനു വേണ്ടി, മറ്റുള്ളവന് വേണ്ടി അഹർനിശം, അഹസ് എന്നില്ല, ദിശ എന്നില്ല, രാവ് എന്നില്ല, പകല് എന്നില്ല, കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. അപ്പൊ കൃപണത എന്താണ്? അത് സ്വാർത്ഥതയാണ്. കൃപണത. അപ്പൊ ഈ കൃപണൻ എന്ന് പറഞ്ഞാലോ സ്വാർത്ഥൻ. കൃപണനതോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവന് വേണ്ടി മാത്രം. അപ്പോ മറ്റൊരാളെ വെട്ടിപ്പിടിച്ച് അവിടെ പോയി ഇരിക്കല് സ്വാർത്ഥതയാണ്. 2 ദിവസം മുമ്പ് വേൾഡ് ഡിക്ഷണറിയിൽ ഒരു പുതിയ വാക്ക് 2024 മുന്നോടിയായിട്ട് കടന്നുകൂടിയിരിക്കുകയാണ്. ലോകം ഇനി പ്രയോഗിക്കാൻ പോകുന്ന ഒരു പുതിയ ഇംഗ്ലീഷ് പദം. ആ പദം എന്താണ്? ഇസ്രായേൽഡ് എന്നാണ്. എന്തിനാണ് ഇസ്രായേൽഡ് എന്ന് പറയുന്നത്? അത് ഇസ്രായേൽ ചെയ്ത ഒരു കൃത്യത്തിലേക്ക് സൂചകമാണ്. പക്ഷേ അതിനെ എവിടെയൊക്കെ പ്രയോഗിക്കും? ഒരാൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് അയാളെ ബലാത്കാരമായിട്ട് പിടിച്ച് അവിടെ നിന്ന് മാറ്റി അവിടെ പോയി ഇരിക്കുക എന്ന് മാത്രമല്ല, ഈ ഇരുന്നവൻ പിന്നെ പറയാണ് എന്ത്, ഇവിടെ മുമ്പ് ഞങ്ങളായിരുന്നു, എന്നിട്ട് ഇവര് വന്നിട്ട് താമസിച്ചതാണെന്ന് പറഞ്ഞ് ആദ്യം ഇരുന്നവനെതിരെ വിമർശനം ഉന്നയിക്കുക. ചരിത്രം കണ്ടുകൊണ്ടിരിക്കുന്നവർ അതാണ് എന്ന് തെറ്റിദ്ധരിക്കുക. അതാണ് വേർഡ് ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. When some ask you for sharing something of yours and fight to get you out, നിന്നെ ഔട്ടാക്കാൻ, get out ആക്കാൻ
ഫൈറ്റ് ചെയ്യാ. നീ പോയിരുന്ന സ്ഥലത്ത് നിന്ന് നിന്നെ പിടിച്ചു മാറ്റുക. എന്നിട്ട് ഈ പിടിച്ചടക്കിയ ആള് കാണുന്ന ആൾക്കാരോട് മുഴുവൻ പറയാ, യു ടുക്ക് ഇറ്റ് ഫ്രം ദം, ഇത് ഇവര് ഞങ്ങളിൽ നിന്ന് പിടിച്ചടക്കിയതാണ്. എന്റെ എക്സാമ്പിൾ ഒരു ഡിക്ഷണറി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ റെസ്റ്റോറന്റ്, നമ്മുടെ ഒരു ഹോട്ടലിൽ പോയിരിക്കുകയാണ്, ഒരു ഭക്ഷണശാലയിൽ പോയിരിക്കുകയാണ്. someone asked to share my table, ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന, ഞാൻ എന്റെ കുടുംബത്തോടു കൂടെ ഇരിക്കുന്ന എന്റെ ടേബിള് ഞങ്ങൾക്ക് കൂടി ഒന്ന് ഇരിക്കാൻ നിങ്ങൾ അവിടെ സ്പേസ് തരുമോ എന്ന് ചോദിച്ചാണ്ട് കുറച്ച് ആൾക്കാര് നമ്മൾ ഇരിക്കുന്ന ടേബിളിന്റെ അടുക്കലേക്ക് വന്നിട്ട് ഇത്തിരി സ്ഥലം ചോദിക്കുക. നമ്മുടെ വിശാല മനസ്സുകൊണ്ട് അവരെ പരിഗണിച്ചിട്ട് അവിടെ ഇത്തിരി സ്ഥലം നമ്മൾ കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ എ മൊമെന്റ്, കുറച്ച് കഴിഞ്ഞപ്പോ he asked me to leave. പിന്നെ ഈ വന്ന് പിടിച്ചടക്കിയ ആള് നമ്മളോട് പറയാ, നിങ്ങൾ ഈ ടേബിളിൽ ഒന്ന് മാറി തരുമോ, ബിക്കോസ് he has a meeting, ഞങ്ങൾക്ക് ഇവിടെ ഒരു അടിയന്തരമായിട്ടുള്ള മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഈ ടേബിൾ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നവൻ പറയുന്ന ഒരു വാക്കാണ്, ഐ ഹാവ് ബീൻ ഇസ്രായേലിൽ, ഞാനിപ്പോ ഇസ്രായേലിലായി. ഈ ഒരു വാക്ക് പോലും ലോക ഡിക്ഷണറിയിൽ ഇപ്പോ ഇടം പിടിച്ചിരിക്കാൻ. എന്റെ ഒരു ജനതയോട് മറ്റൊരു ജനത ചെയ്ത അതീശാധിപത്യത്തിന്റെ അനന്തര ഫലത്തെ പോലും ലോകം അങ്ങനെ വായിച്ചു. അതിന്റെ തെളിവാണ് ലോകം അങ്ങനെ വായിച്ചു. മനസ്സാക്ഷിയുള്ള മനുഷ്യന്മാര് ഇസ്രായേലിന്റെ പ്രവർത്തനത്തെ അങ്ങനെ മനസ്സിലാക്കി. അവൻ കൃപണനാണ്, അവൻ ചെയ്ത പ്രവർത്തനം കൃപണതയാണ്. കൃപണൻ ചെയ്യുന്ന പണി എന്താണ്? കൃപണനതോമുഖനായി കിടന്നു ചെയ്യുന്ന അപചയ കർമ്മം അവനു വേണ്ടി മാത്രം, അവർക്ക് വേണ്ടി മാത്രമേ അവർ പണിയെടുക്കുള്ളൂ. നമ്മുടെ ഓരോ യുഗങ്ങൾ കഴിഞ്ഞു കിടക്കുമ്പോഴും നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് ആലോചിക്കണം, ഞാൻ എന്ത്, ഞാൻ ആര്, നമ്മൾ എങ്ങനെയാ ജീവിച്ചത്, അങ്ങനെ നമ്മൾ മരിക്കും. കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടത് അല്ലേ. അപ്പൊ ആഘോഷങ്ങൾ ആര് നടത്തുകയാണെങ്കിലും നമ്മൾ നമ്മുടെ നിലപാടേക്ക് മുന്നോട്ട് പോകണം. ന്യൂ ഇയർ വരാൻ പോവാൻ ആര് ചാടിക്കളിക്കട്ടെ, ആര് ആഘോഷങ്ങളിൽ ഏർപ്പെടട്ടെ, ഞാൻ അവന്റെ അടിമയല്ല. അപ്പൊ ആഘോഷങ്ങളുടെ പ്ലാനിങ്ങുകളും ഇവന്റ് മാനേജ്മെന്റും DJ പാർട്ടിയും അതിന്റെ പ്രോഗ്രാം ഷെഡ്യൂളൊക്കെ തയ്യാറാക്കുന്നവർക്ക് അനുസരിച്ച് തുള്ളാന് നമ്മൾ നിന്നാല് അതിന്റെ അർത്ഥം ഞാൻ ഇവന്റെ അടിമയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ അടിമയല്ല. നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞതോ, വഅനീബു ഇലാ റബ്ബിക്കും, ഈ ഉള്ള കാലത്ത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് വേണ്ടി പണിയെടുത്തോളൂ. നബി തങ്ങൾ പറഞ്ഞു തന്നതോ, യമൂത്തുൽ ഇൻസാനു അലാ മാ കാന അലൈഹി, ഒരാൾ മരിക്കുന്ന നേരത്തെ അയാൾ എങ്ങനെ ജീവിച്ചോ ആ ജീവിതത്തിന്റെ പ്രതിഫലനം ആ മരണ നേരത്ത് പോലും അയാളെ തൊട്ട് തീണ്ടും എന്നാണ്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിന്റെ കാലത്ത് നമ്മൾ സഗൗരവം ആലോചിക്കണം. നമ്മുടെയൊക്കെ നവ കൗമാരങ്ങളുടെയൊക്കെ അന്ത്യം ഭയാനകമായ രീതിയിൽ കൊലക്കയറുകളിൽ അതുപോലെ തന്നെ നിഗൂഢതകളിലൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്, നമ്മളൊക്കെ ജീവിക്കുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ എവറി മൊമെന്റ് ഇപ്പൊ ഇത്തരത്തിലുള്ള കാഴ്ചകളിലാണ്, വർണ്ണങ്ങളിലാണ്, സ്വാധീനങ്ങളിലാണ്, അതിന്റെ ഇൻഫ്ലുവൻസിൽ നമ്മൾ മയങ്ങിക്കിടക്കുക. എന്നാൽ ഈ ഹദീസ് നമുക്കൊരു പാഠമാണ്. യമൂത്തുൽ ഇൻസാൻ, ഒരു മനുഷ്യന്റെ അന്ത്യം അലാ മാ കാന അലൈഹി, ജീവിതത്തിൽ അയാൾ സിംഹഭാഗവും എന്ത് കാണാനാണ്, എന്ത് കേൾക്കാനാണ്, എന്ത് പറയാനാണ്, എന്ത് ചിന്തിക്കാനാണ്, എന്ത് ചെയ്യാനാണ് ചെലവിട്ടത്, അലാ മാ കാന അലൈഹി, അതേ അവസ്ഥയിൽ അയാൾ മരിക്കും. വയുഹ്ശറു, നാളെ മഹ്ശറയിൽ അവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അലാ മാ മാത അലൈഹി, ഏതൊരവസ്ഥയിലാണോ അവൻ മരിച്ചത് ആ അവസ്ഥയിൽ അയാൾ നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യുന്നതാണ്. മദീനയിൽ അഷ്റഫുൽ ഖൽഖ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഭയെ ഇങ്ങനെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ രണ്ട് മയ്യത്തുകൾ ഇങ്ങനെ കൊണ്ടുപോയി. ആദ്യം ഒരു സംഘം ഒരു മയ്യത്ത് കട്ടില് ഒരു മയ്യത്തിനെ ചുമന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോയി. അപ്പൊ ആ മയ്യത്ത് ആരാണെന്നൊക്കെ ഇരിക്കുന്ന സഭയിലെ അംഗങ്ങൾക്കറിയാം. അപ്പൊ സ്വഹാബ പറഞ്ഞു, ഈ കിടക്കുന്ന മയ്യത്ത് കട്ടിലിൽ കിടക്കുന്ന ആളെ പറ്റി ഒരുപാട് മദ്ഹുകൾ പറഞ്ഞു. അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അയാളെ പറ്റി ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ആ മയ്യത്തിനെ കൊണ്ടുപോകപ്പെടുന്ന മയ്യത്തിനെ നോക്കിയിട്ട് വജബൻ, നിർബന്ധമായിരിക്കുന്നു. രണ്ടാമത് അതേ വഴിയിൽ അതിന്റെ പിറകെ അടുത്തൊരു സംഘം മറ്റൊരു മയ്യത്തിനെ ചുമന്നിട്ട് ഖബർസ്ഥാനിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ. അപ്പൊ ആ മയ്യത്തിനെ നോക്കിയിട്ട് ഈ കൂടിയിരിക്കുന്ന ആളുകൾ പറഞ്ഞു, അത് നല്ല അഭിപ്രായമായിരുന്നില്ല, അത് നല്ല അഭിപ്രായമായിരുന്നില്ല. കാരണം അദ്ദേഹം ജീവിതകാലത്ത് അങ്ങനെയായിരുന്നു. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, വജബൻ, അവനും നിർബന്ധമായിരിക്കുന്നു.
അപ്പൊ സ്വഹാബ ചോദിച്ചു, ഇതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടണമല്ലോ, എന്താണ് നബി അങ്ങ് രണ്ട് മയ്യത്തുകളെ പറ്റിയും വജബത് വജബത് അവന് നിർബന്ധമായി, രണ്ടാമത്തെ മയ്യത്തിനെ പറ്റിയും അവന് നിർബന്ധമായി എന്നാണല്ലോ അങ്ങ് ഒഴിഞ്ഞത്, എന്താണ് അർത്ഥം നബിയെ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒന്നാമത് നിങ്ങൾ നല്ല അഭിപ്രായം പറഞ്ഞ മയ്യത്തിനെ പറ്റി ഞാൻ പറഞ്ഞത് വജബത് ലഹുൽ ജന്ന, രണ്ടാമത്തെ മയ്യത്തിനെ പറ്റി ഞാൻ പറഞ്ഞത് വജബത് ലഹുൽ നാർ. അപ്പൊ ജനങ്ങളുടെ സംസാരം, ജനങ്ങളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടുന്ന ചില പ്രവർത്തനങ്ങൾക്ക് അന്ത്യവുമായിട്ട് കണക്ടിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് മദീനത്തെ പള്ളിയിലെ ഈ സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ മരിക്കുമ്പോ ആകാശം തേങ്ങണം, ഭൂമി തേങ്ങണം. ആകാശം ഭൂമി തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ച ദിവസം ഘനാഘനമായിരിക്കുന്ന മേഘാവൃതമായ മാനം പ്രത്യക്ഷപ്പെടാന്നോ, അന്ന് ഘോരഘോരമായ പേമാരി വർഷിക്കുക എന്നോ അല്ല. പിന്നെ പ്രകൃതിയിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെടുമ്പോൾ അതൊരു നല്ല മനുഷ്യനാണെങ്കിൽ പ്രപഞ്ചം അയാൾക്ക് വേണ്ടി തേങ്ങുമെന്നാണ് ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട് അല്ലാഹു തആല. ഫമാ ബക്കത അലൈഹിമുസ് സമാ, അല്ലേ, ആകാശം അവർക്ക് വേണ്ടി കരഞ്ഞിട്ടില്ല. അപ്പൊ ആകാശം ഒരാൾക്ക് വേണ്ടി കരയാൻ, ഞാൻ കരച്ചില് എന്ന് പറയുന്നത് പുറത്ത് ഭാഗ്യമായ മഴ പെയ്യ എന്നുള്ളതിനെ പറ്റിയല്ല. ഖുർആൻ പറയുന്നുണ്ട്, കം തറകൂ മിൻ ജന്നാതിൻ മഅയൂൻ, അന്നൊക്കെ മരിച്ചുപോയ ആൾക്കാര് അവരുടെ സ്വർഗ്ഗലോകങ്ങളെ ഇവിടെ ഇട്ടേച്ചല്ലേ പോയത്. വസുറൂഇൻ വമഖാമിൻ കരീം, അവരുടെ മനോഹരമായ കൃഷിയിടങ്ങളെ, വിലപിടിപ്പുള്ള സ്ഥലങ്ങളെ അവർ ഇട്ടേച്ചു പോയില്ലേ. വനഅമതിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, അവരിങ്ങനെ ആസ്വദിച്ചു പോയ ഒരുപാട് അനുഗ്രഹങ്ങളെ അവരിട്ടേച്ചു പോയിട്ടില്ലേ. കദാലിക വഔറഫ്നാഹാ ഖൗമൻ ആഖരീൻ, അവരുപയോഗിച്ച സ്വർഗങ്ങൾ, അവരുപയോഗിച്ച ഉദ്യാനങ്ങൾ, അവരുപയോഗിച്ച രമ്യഹർമ്മങ്ങൾ, അവരുപയോഗിച്ച അമ്പലചുംബികൾ, ഔറഫ്നാഹാ, അതിനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഖൗമൻ ആഖരീൻ, അവർക്ക് ശേഷം വരാനിരിക്കുന്ന മറ്റൊരു ജനതയ്ക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. അല്ലാതെ അവരുടെ അനുഗ്രഹങ്ങൾ എന്തെന്നും അവരുപയോഗിക്കില്ല. താജ്മഹൽ നമ്മൾ ഇപ്പോഴും പറയുന്നുണ്ട്, മുംതാസ് മഹലിന് വേണ്ടി ഷാജഹാൻ ചക്രവർത്തി പണിതതാണ്. പക്ഷെ വേൾഡ് വണ്ടേഴ്സിൽ താജ്മഹൽ ഇന്നും അനിഷേധ്യമായ ഒരു രമ്യ ഹർമ്മമാണ്. അതിന്റെ നിർമ്മാതാവരുടെ അത് അകുലീനമായ രീതിയിൽ വരേണ്യമായി ഷാജഹാൻ ചക്രവർത്തിയുടെ കൂടെ ജീവിച്ച മുംതാസ് മഹൽ എവിടെ? ഷാജഹാൻ ചക്രവർത്തി എവിടെ? ആ നിർമ്മിതികളൊക്കെ അടുത്ത അവകാശികൾക്ക് നമ്മൾ പതിച്ചു നൽകി. നമ്മളെല്ലാം അങ്ങനെയല്ലേ? അസംശയം ഇന്നു നിന്റെ യാഹൂദിയെന്നു പുനരങ്ങു കിടപ്പിതോർത്താൽ, അല്ലെ? ശ്രീ ഭൂവിൽ അസ്ഥിര, ശ്രീ നമ്മുടെ ഐശ്വര്യങ്ങൾ ഭൂവിൽ അസ്ഥിര, ഭൂമിയിൽ സ്ഥിരമല്ല. ഒരൈശ്വര്യം ഭൂമിയിൽ സ്ഥിരമല്ല. ആ ഐശ്വര്യം കുറെ കാലം നിൽക്കുകയാണെങ്കിലും അതിന്റെ ഉടമസ്ഥൻ ആ ഐശ്വര്യത്തിന്റെ അത്ര പോലും ആയുസ്സില്ലാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. അതാണ് കാലം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ സത്യം ചെയ്ത ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമ്മൾ പരിശോധന വിധേയമാക്കിയാലും അതിന് കാലവുമായി എന്തൊരു ബന്ധമുണ്ട്. അപ്പൊ ശംസു വെറുതെ അല്ല. സൂര്യന്റെ സഞ്ചാരം നിങ്ങൾ ഒരുപാട് അർത്ഥതലങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ചന്ദ്രന്റെ സഞ്ചാരം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മുന്നത് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, ലൈല് രാത്രി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, നഹാർ പകൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്, മധ്യാഹ്നം നിങ്ങളെ എന്തോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഈ പാഠങ്ങളിൽ എന്റെ ടൈം അത് പ്രഷ്യസ് ആണ്, അത് വളരെ വാല്യുബിൾ ആണ് എന്നൊരു ചിന്ത നമ്മളിലേക്ക് അങ്കുരിക്കുക എന്നുള്ളതാണ് ഒരു പുതിയ വർഷത്തിന്റെ ഏറ്റവും വലിയ പ്രതിജ്ഞ. അള്ളാഹു അത്തരത്തിലുള്ള ഒരു ചിന്ത കൊണ്ട് നമ്മൾ അനുഗ്രഹിച്ച് നമ്മളെ രണ്ട് ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടട്ടെ. ജാമിഅ നൂരിയയിലെ വിദ്യാർത്ഥി അർഷദ് ഒറ്റപ്പാലം ഇന്നലെ ഇവിടെ പറഞ്ഞു, കുട്ടിയുടെ വീട്ടിൽ ഒരു മജ്‌ലിസുന്നൂറിന്റെ പരിപാടിയുടെ തന്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് ഉഷാറായിട്ട് നടത്തി പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം പോയി കിടന്നതാണ്. ചെറിയൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ജാമ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണ്, താലിമാണ്. അള്ളാഹുവേ നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ, നീ മഹ്ഫറത്ത് നൽകണേ തമ്പുരാനെ, നീ ഖബർ വിശാലമാക്കണേ തമ്പുരാനെ, ബന്ധുക്കൾക്ക് നീ ക്ഷമ നൽകണേ തമ്പുരാനെ. ഡൽഹിയിലെ നമ്മുടെ പൊതുപ്രവർത്തകരായിരുന്ന SKSSFന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയായിരുന്ന സുഹർദീൻ പാലോട് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. അള്ളാഹു മഹ്ഫറത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഇന്ന് നടക്കുന്ന കളക്ഷൻ നമ്മുടെ ജാമിഅ നൂരിയയുടെ പേരിലുള്ളതാണ്. കേരളത്തിലെ മദ്രസകളുടെ മതസ്ഥാപനങ്ങളുടെ ഉമ്മുൽ മദാരിസ് അല്ലെങ്കിൽ ഉമ്മുൽ മആഹിദ്, കേരളത്തിലെ മൊത്തം ദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ പെറ്റമ്മ എന്നൊക്കെ വിളിപ്പേരുള്ള ഒരു മഹാ മുത്തശ്ശി കലാലയമാണ് ജാമിഅ നൂരിയ.
നൂരിയ നമുക്കറിയാം. അതുകൊണ്ട് ജാമിയ നൂരിയയിൽ നിന്ന് ഒരുപാട് പരിശതം പണ്ഡിതന്മാർ പുറത്തിറങ്ങിയതാണ്. ആ ഒരു പ്രൗഢിയുള്ള കലാലയത്തിന് ഒരുപാട് ചെലവുകൾ അതിന്റെ നടത്തിപ്പിനുണ്ട്. അതുകൊണ്ട് ജാമിയയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നമ്മൾ കളക്ഷൻ നടത്താറുള്ളതാണ്. ഇന്ന് ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഉള്ള ബക്കറ്റ് പിരിവ് പ്രസ്തുത സ്ഥാപനത്തിന് വേണ്ടിയാണ്, അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടിയാണ് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഖൈർ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.